എല്ലാവർക്കും നല്ല നമസ്കാരം, സുപ്രഭാതം. കാലത്ത് തന്നെ പത്രം വായിക്കുക എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ ശൈലിയായിരുന്നു. ചൂട് ചായയും ഒരു ചാരു കസേര അല്ലെങ്കിൽ എവിടെയെങ്കിലും ചാരി ഇരുന്ന് ഈ പത്രം എടുക്കുക, വായിക്കുന്നു, ചായ കുടിക്കുന്നു, വായിക്കുന്നു, ചായ കുടിക്കുന്നു, പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അവലോകനം, ചായ കുടിക്കുന്നു. ഇതൊരു കാലഘട്ടത്തിൻ്റെ ഒരു കാഴ്ചയായിരുന്നു. പക്ഷേ കാലഘട്ടം മാറി. ഇന്നിപ്പോൾ എല്ലാവരും നിങ്ങൾ പത്രം വായിക്കുന്നില്ലേ, നിങ്ങൾ പത്രം വായിക്കുന്നില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രം വായിക്കുന്നുണ്ട്. അത് ഈ പ്രിൻ്റഡ് ടൈപ്പിലുള്ള ഒരു സംഗതിയിലല്ല എന്ന് മാത്രം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആളുകൾ പത്രം വായിക്കുന്നുണ്ട്, വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ന് പലപ്പോഴും പല പത്രങ്ങളുടെയും ന്യൂസ് കട്ടിങ്ങുകൾ പ്രചരിക്കുന്നത് വാട്സാപ്പിലൂടെയാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ പ്രാദേശിക വാർത്തകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ പലപ്പോഴും ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് പ്രമുഖ പത്രങ്ങളുടെ ആയാലും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറി. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ കുറേ നാളുകളായിട്ട് എൻ്റെ വീട്ടിൽ പത്രം വരുന്നതാണ്. ഈ പത്രം വളരെ വർഷങ്ങളായിട്ട് വരുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിർത്തുന്നില്ല, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. വളരെ വർഷങ്ങളായിട്ട് ഈ പത്രമാണ് എൻ്റെ വീട്ടിൽ വരുന്നത്, മാതൃഭൂമി പത്രം. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് പത്രം നോക്കാറുണ്ട്. ഇന്ന് പത്രം നോക്കി വെറുതെ ഇങ്ങനെ മറിച്ചപ്പോഴേ ഒരു ഹെഡിങ് കണ്ടു. ആ ഹെഡിങ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നിയുകൊണ്ടാണ് അതിലെ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും കാലഘട്ടത്തിൻ്റെ ഗുരുക്കന്മാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം. അത് ഉണ്ടാവാത്തതാണ് പല സ്ഥലങ്ങളിലും ഈ വർഗീയമായ കാഴ്ചപ്പാടുകളൊക്കെ വലുതായിട്ട് വരുന്നത്. എല്ലാ സംസ്കാരങ്ങളും എല്ലാ ജാതി മത ചിന്തകളും ഒക്കെ തന്നെ ഒരു കേന്ദ്രത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നുള്ളത് എല്ലാവരും പറയും. പക്ഷെ നമ്മുടെ സമൂഹം കുറേയും കൂടി ജാതീയമായിട്ടും വർഗീയമായിട്ടും ഒക്കെ ധ്രുവീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് മാതൃഭൂമിയുടെ പേജിൽ, ഈ 6ാമത്തെ പേജിൽ ഒരു നല്ല ലേഖനം എഴുതിയിട്ടുള്ളത്. അത് വേറെ ആരുമല്ല, ശിവഗിരി മഠം പ്രസിഡന്റ് നമ്മുടെ സച്ചിദാനന്ദ സ്വാമി അവറുകളാണ്. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് കാണുന്നത് നമ്മുടെ ചാലക്കുടിയിലുള്ള ഗായത്രി ആശ്രമത്തിൽ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട സംഭവങ്ങൾ തന്നെയാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കാതലായിട്ടുള്ള ചില സംഭവങ്ങളാണ് മാതൃഭൂമി പത്രത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആചാര പരിഷ്കരണം കാലഘട്ടത്തിൻ്റെ അനിവാര്യത എന്നാണ് ഈ ലേഖനത്തിൻ്റെ തലക്കെട്ട്. അതിൽ ഗുരുദേവന്റെ കാൽവെപ്പുകൾ, ഷർട്ട് വേണ്ട ശുദ്ധി മതി, ശാന്തിക്കാർക്ക് മാറ്റം കൊണ്ടുവരാനാകും, വായനശാലകളും മതപാഠശാലകളും വേണം, ദുരാചാരങ്ങൾ മാറണം, ഇങ്ങനെ സബ് ഹെഡിങ്ങുകളും ഇതിൻ്റെ അകത്തുണ്ട്. ക്ഷേത്ര വൈദികർക്ക് ജാതി എന്തിന്? ഞാൻ പറഞ്ഞാൽ ഇത് സച്ചിദാനന്ദ വിപ്ലവ ചിന്ത തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു വിപ്ലവ ചിന്തയാണ് ഇത്. തീർച്ചയായിട്ടും സച്ചിദാനന്ദ സ്വാമികളെ പോലുള്ള ആളുകൾ പറയുമ്പോൾ സമൂഹത്തിൽ അത് കുറേ കൂടി ആഴത്തിൽ അത് ചർച്ച ചെയ്യപ്പെടും. ഇപ്പോൾ മറ്റു പലരും പറയണേക്കാൾ അധികമായിട്ട് ഇത്തരം കാര്യങ്ങൾ വൈദിക ഗുരുക്കന്മാരുടെ ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും അതിലൊക്കെ ഏതെങ്കിലും കോണുകളിൽ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമം നടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. എന്തായിരുന്നാലും മാതൃഭൂമി പത്രത്തിൽ ഇന്ന് ഇങ്ങനെ ഒരു ലേഖനമുണ്ട്. ഇതിൽ ഏറ്റവും പറഞ്ഞിട്ടുള്ള സംഭവം, ശ്രീനാരായണ ക്ഷേത്രങ്ങൾ വ്യാപകമായപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ ബഹുഭൂരിപക്ഷം വരുന്ന ജനതയ്ക്ക് സാഹചര്യം സംലഭമായപ്പോൾ പരിണതഫലമായി ക്ഷേത്രപ്രവേശനം തന്നെ നൽകേണ്ടതായി വന്നു. മാത്രമല്ല ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്നതിനുള്ള വൈദിക പരമ്പരയെയും ഗുരു സൃഷ്ടിച്ചെടുത്തു. ഗുരുവിന് ശിഷ്യനായി വന്ന ഒരു ബ്രഹ്മചാരിയെ അദ്ദേഹത്തിൻ്റെ വാസനയും യോഗ്യതയും മനസ്സിലാക്കി ഗുരുദേവൻ കാശിയിൽ വിട്ടുപഠിപ്പിച്ചു. പഠനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ അദ്ദേഹത്തെ ശിവഗിരിയുടെ വൈദികാചാര്യനായി നിയോഗിച്ചു. ഈ മഹാത്മാവിൻ്റെ നേതൃത്വത്തിലാണ് ശിവഗിരി ശാരദാ മഠവും വൈദിക മഠവും സ്ഥാപിതമായത്. ഷർട്ട് വേണ്ട ശുദ്ധി മതി. പ്രസിദ്ധമായ ശബരിമല ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് ജനകോടികൾ കയറുന്നു. അതുപോലെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ കീഴിലുള്ള ഒട്ടേറെ ക്ഷേത്രങ്ങളിലും ഷർട്ട് ധരിച്ച് കയറുന്നു. ഇവിടെയെങ്ങും ഷർട്ട് ധരിച്ച് പ്രവേശിച്ചുകൊണ്ട് ഇവിടുത്തെ ആത്മീയ ചൈതന്യത്തിന് ഒരു കുറവും സംഭവിച്ചതായി അറിവില്ല. ഹിന്ദു ഐക്യവേദി തുടങ്ങിയ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും സ്വാമി ചിദാനന്ദപുരിയും പ്രശസ്ത ഹൈന്ദവ ചിന്തകനായിരുന്ന ഡോക്ടർ ഗോപാലകൃഷ്ണനും SNDP യോഗ നേതൃത്വവും ഷർട്ട് ഇട്ടുകൊണ്ടുള്ള ക്ഷേത്രപ്രവേശനമാകാമെന്ന് പ്രഖ്യാപിച്ചിട്ടും മാമൂൽ വിശ്വാസികളായ ചില ക്ഷേത്രാധികാരികൾ തയ്യാറാകാത്തത് ഖേദകരം തന്നെയാണെന്നാണ് സ്വാമി ലേഖനത്തിൽ പറയുന്നത്. ക്ഷേത്ര വൈദികർക്ക് ജാതി എന്തിന്? ക്ഷേത്രങ്ങളിൽ വൈദികന്മാരെ നിയമിക്കുമ്പോൾ ജാതി പരിഗണന പാടില്ല എന്ന സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും പ്രമുഖ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിന്നും ഈ നിയമം നടപ്പായിട്ടില്ല. ഒരു പരിഷ്കൃത ജനതയ്ക്ക് ചേരാത്ത ഈ ജാതി വിലക്ക് മാറുക തന്നെ വേണം. പഠിപ്പും ആചാരനിഷ്ഠയുമുള്ള ഏത് സനാതനധർമ്മ വിശ്വാസിക്കും ക്ഷേത്രങ്ങളിൽ പൂജാരിയാകാൻ വ്യവസ്ഥ ഉണ്ടാകുന്നതാണ് സാമാന്യ നീതി. അതുപോലെ ശാന്തിക്കാർക്ക് മാറ്റം കൊണ്ടുവരാനാകും. ക്ഷേത്രങ്ങളിൽ 2 കരിയും ആവശ്യമില്ല എന്ന് 100 വർഷം മുൻപ് പറഞ്ഞ ഗുരുദേവ കൽപ്പനയെ ബഹുമാനപ്പെട്ട കോടതികൾ പോലും അംഗീകരിച്ചിട്ടുണ്ട്. കോടതിയുടെ നിർദ്ദേശം അംഗീകരിക്കാത്ത ചില മാമൂൽ വിശ്വാസികൾ കോടതി കയറുകയും തങ്ങളുടെ നിലപാട് സാധൂകരിക്കുകയും ചെയ്യുന്ന വാശിയിലാണ്. ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന് എഴുന്നള്ളത്തിന് ആന വേണ്ട, രഥം മതിയെന്ന് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ കാട്ടിത്തന്നിട്ടും ഈ ദുരാചാരം പിന്തുടരാമെന്ന വാശിക്ക് എന്തർത്ഥമാണുള്ളത് എന്ന് സ്വാമി ലേഖനത്തിൽ ചോദിക്കുകയാണ്. ക്ഷേത്രങ്ങളിൽ ലഭിക്കുന്ന ധനത്തിൻ്റെ 3/4 പങ്കും അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളിൽ നിന്നാണ്. ബഹുഭൂരിപക്ഷം വരുന്ന അവരും ക്ഷേത്രങ്ങളിൽ കാണിക്കയിട്ടും പൂജാതികർമ്മം നടത്തിയും സംഭാവന ചെയ്തും ക്ഷേത്ര വരുമാനം വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഉദ്യോഗങ്ങൾ ചില സമുദായങ്ങൾ കുത്തകയാക്കി വെച്ചിരിക്കുന്നു.
വായനശാലകളും മതപാഠശാലകളും വേണം. ക്ഷേത്രങ്ങളോട് ചേർന്ന് വായനശാലകളും വിദ്യാലയങ്ങളും പ്രസംഗ മണ്ഡപങ്ങളും തൊഴിൽശാലകളും ഉണ്ടാകണമെന്ന് ഗുരു അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഗുരുദേവൻ സ്ഥാപിച്ച മിക്ക ക്ഷേത്രങ്ങളിലും ഇത് നടപ്പായിട്ടുണ്ട്. എന്നാൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ കൂടി ഇത് നടപ്പാക്കാൻ സാധിച്ചാൽ മതപുരോഗതിക്ക് ഇത് നിദാനമാകില്ലേ? ക്രൈസ്തവ ഇസ്ലാം ജനവിഭാഗങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത് മാതൃകയായി ഇക്കാര്യത്തിൽ സ്വീകരിക്കേണ്ടതാണ്. ദുരാചാരങ്ങൾ മാറണം. ക്ഷേത്രങ്ങളിൽ കേന്ദ്രീകരിച്ച് നടമാടുന്ന ദുരാചാരങ്ങൾ ഏറെയാണ്. ഇപ്പോഴും ചിലയിടങ്ങളിൽ മദ്യവും മാംസവും ദേവീദേവപ്രസാദത്തിനായി നിവേദിച്ചു പോരുന്നു. ബോധവൽക്കരണത്തിലൂടെ ഇത്തരം ആരാധനാ സമ്പ്രദായങ്ങൾ പരിഷ്കരിക്കുക തന്നെ വേണം. ഷർട്ട് ഊരണമെന്ന നിർബന്ധം കൊണ്ട് യുവജനത ക്ഷേത്ര ആരാധനയിൽ നിന്നും ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു. യുവജനതയിൽ വർദ്ധിച്ചു വരുന്ന മദ്യമയക്കുമരുന്ന ആസക്തിയുടെ കാരണങ്ങളിലൊന്ന് ഈശ്വര ആരാധന രാഹിത്യം കൂടിയാണ്. ക്ഷേത്രം വിജ്ഞാനവർദ്ധനയ്ക്കുള്ള കേന്ദ്രമാകണം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ് സച്ചിദാനന്ദ സ്വാമികൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഏറ്റവും ഉയർന്ന തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറേയും കൂടിയും ക്ഷേത്രം സ്വാഗതാർഹമായിട്ട് മറ്റ് ഇതര മതവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന കേന്ദ്രങ്ങളായിട്ട് മാറും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഈ ക്ഷേത്രങ്ങളെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ക്ഷേത്രങ്ങളുടെ പല സംസ്കാരങ്ങളുമാണ് മറ്റ് മതവിഭാഗങ്ങൾ ഇപ്പോഴും സ്വാഗതം ചെയ്തിട്ടുള്ളതും അതിൻ്റെ അടിത്തറയും എല്ലാം തന്നെ ഇവിടുത്തെ ക്രൈസ്തവ മതമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ ആചാരങ്ങളുടെയും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഹൈന്ദവ മത സംസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഗതികളാണെന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഈ മതത്തിൻ്റെ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നവരെ, മനസ്സിലാക്കാൻ കഴിയുന്നവരെ, ആദരിക്കാൻ കഴിയുന്നവരെ തീർച്ചയായിട്ടും ക്ഷേത്രങ്ങളുടെ അകത്തളങ്ങൾ സ്വാഗതം ചെയ്യുക തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ആ ബോർഡ് തന്നെ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായി ആണോ എന്ന് ചിന്തിക്കേണ്ട ഒരു സന്ദർഭത്തിൽ തന്നെയാണ് സച്ചിദാനന്ദ സ്വാമികളുടെ ഈ വിപ്ലവ ചിന്ത ഇന്ന് പങ്കുവയ്ക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ കൊച്ചു പേജിലൂടെ ഈ പറയുന്ന ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷെ ചില സംഭവങ്ങൾ നമുക്ക് ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു ക്രൈസ്തവ വിശ്വാസിയല്ലേ, ഞങ്ങളുടെ മതത്തെ തകർക്കാൻ വരുന്നതാണോ, ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് നേരെ വന്നതോടുകൂടി നമ്മളത് ഇപ്പോൾ ക്ഷേത്രങ്ങളിലധികം പരിപാടികൾക്ക് ഞാൻ പോകാറില്ല. പേടിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതിനേത് രീതിയിലാണ് ഉൾക്കൊള്ളുന്നത് എന്ന് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ പലപ്പോഴും ഫോക്കസ് ചെയ്യപ്പെടുന്നു. അതായത് ഞാൻ എൻ്റെ പേജിൽ ഈ മണ്ണുപുറം ക്ഷേത്രം ഉൾപ്പെടെ കണ്ണമ്പുഴ ക്ഷേത്രം, മിക്കവാറും ക്ഷേത്രങ്ങളുടെ വാർത്തകൾ ഏറ്റവും നന്നായി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ചില കോണുകളിൽ നിന്നുണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ അത് അത്യധികം എന്താ പറയുക, നമ്മളൊന്നും ചിന്തിക്കാവുന്നതിന് അപ്പുറത്തുള്ള രീതിയിലാണ് ചിന്തിക്കണമെന്ന്. നീ ഒരു ക്രൈസ്തവ വിശ്വാസി ആയതുകൊണ്ടാണ് ഞങ്ങളെ മോശപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ രീതിയിലാണ് സംസാരം വന്നു. അതോടുകൂടി നമുക്കും ഒരു അകൽച്ച തോന്നി. ക്ഷേത്രങ്ങൾ അകലപ്പെടാനുള്ളതല്ല, അതൊരു സംസ്കാരമാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പല കാര്യങ്ങളും ക്ഷേത്രങ്ങൾ ഒരു കലകളുടെ കേന്ദ്രം കൂടിയാണ്. അത്തരത്തിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ ആനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ, ഞാൻ ഈ ആനയെ എഴുന്നള്ളിക്കുന്ന കാര്യത്തിലൊക്കെ നമുക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ടോ? കാരണം നേരിട്ടൊരു മരണം കണ്ടിട്ടുള്ള ഒരാളാണ്. ഇരിഞ്ഞാലക്കുടയിലുള്ളപ്പോൾ കുടൽമാണിക്യ ക്ഷേത്രത്തിലുണ്ടായ സംഭവം. അതോടുകൂടി ഭയമാണ് ഈ സംഭവം. ഈ കൊല്ലം തന്നെ എത്ര സ്ഥലങ്ങളിൽ ആന അടഞ്ഞോടി വിഷയങ്ങളുണ്ടായിരിക്കുന്നു. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ സച്ചിദാനന്ദ സ്വാമികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് മാതൃഭൂമി പത്രത്തിൽ ഇന്ന് വന്നിട്ടുള്ളത്. അത് വായിക്കപ്പെടേണ്ടതാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും സച്ചിദാനന്ദ സ്വാമികളുടെ ഈ വിപ്ലവ ചിന്തകൾ ഇത് കേൾക്കേണ്ടവർ കേൾക്കട്ടെ. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ശാന്തിക്കാർക്ക് മാറ്റം കൊണ്ടുവരാനാകും. അത് വളരെ പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. ശാന്തിക്കാർക്ക് മാറ്റം കൊണ്ടുവരാനാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ മതങ്ങളുടെയും ഉയർന്ന തലത്തിൽ നിൽക്കുന്നവർ വൈദിക ശ്രേഷ്ഠന്മാരാണ്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് മാത്രം തന്നെ ആശംസിക്കുന്നു. നന്ദി, നല്ല നമസ്കാരം, ശുഭദിനം.